നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋതിക മാഡത്തിന്റെ റിസൾട്ട് നോക്കിയില്ലല്ലോ. എന്തു പറ്റി ഏട്ടാ? അല്ല, മാഡത്തിന്റെ റിസൾട്ട്. ഋതിക മോള് ജയിച്ച മോനെ. അറിയില്ലമ്മേ, നമ്പർ കാണുന്നില്ല. നാളെയാണല്ലോ റിസൾട്ട്. ആലോചിച്ചിട്ട് എനിക്കൊന്ന് സമാധാനമായിട്ട് ശ്വാസം പോലും എടുക്കാനാവുന്നില്ല. ഓ, ഈ എക്സാം കണ്ടുപിടിച്ച ആളിനെ ഇപ്പൊ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കഴുത്ത് ഞെരിച്ച് കൊന്നേനെ. റിസൾട്ട് വരുമ്പോ ഞാൻ എങ്ങാനും തോറ്റ അതോടെ എല്ലാം കഴിയും. അച്ഛൻ എന്നെ കല്യാണം കഴിപ്പിച്ച് വിടും. കല്യാണം കഴിഞ്ഞ പിന്നെ എന്റെ ജീവിതം ഭർത്താവിന്റെ വീട്ടിലായിരിക്കും. അച്ഛൻ എന്നെ ഒന്നും കാണാൻ പോലും വരില്ല. ഈ വീട്ടിലേക്ക് പിന്നെ എനിക്ക് വരാൻ സാധിക്കോ? ഇല്ല. ചിലപ്പോ കല്യാണം കഴിഞ്ഞ അച്ഛന് ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. ഞാനിതെങ്ങനെ സഹിക്കും? അച്ഛാ, എന്തിനാ അച്ഛാ എന്നോട് ഇത്രയും വാശി? ഒരു തരി പോലും അച്ഛൻ എന്നോട് സ്നേഹമില്ലേ? എക്സാമിന് ഞാൻ ജയിച്ച് പിണക്കം മാറി എന്നോട് അച്ഛന് സ്നേഹം തോന്നിയിരുന്നെങ്കിൽ ഇത്ര നന്നായനെ. എനിക്ക് കല്യാണമൊന്നും വേണ്ടച്ച. അമ്മയില്ലാത്ത എനിക്ക് അച്ഛൻ മാത്രല്ലേ ഉള്ളൂ. അച്ഛന്റെ തണലിൽ എന്നും ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായാൽ മാത്രം മതി എനിക്ക്. ഈ പൂവിന്റെ ഇതളുകൾ ഒന്നൊന്നായിട്ട് അടർത്താം. ആദ്യം അടർത്തുന്ന ഇതൾ പാസ്, രണ്ടാമത് അടർത്തുന്ന ഇതൾ ഫെയിൽ. അങ്ങനെ ഈ പൂവിന്റെ അവസാനത്തെ ഇതൾ പാസ് എന്നാണ് വരുന്നതെങ്കിൽ ഞാൻ എക്സാമിന് പാസ്. ഫെയിൽ എന്നാണ് വരുന്നതെങ്കിൽ ഞാൻ എക്സാമിന് ഫെയിൽ. ദൈവമേ, ഇതിന്റെ അവസാനം ഫെയിൽ എന്നെങ്ങനെ വന്നാലോ? ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. കെട്ടിച്ചു വിടും. ഈശ്വര, ഈ കളി വേണ്ട. രാജുവിനെ എന്ന് വിളിക്കാം. ടെൻഷൻ മാറാനുള്ള എന്തെങ്കിലും ഒരു വഴി രാജുവിന് അറിയായിരിക്കും. ഇതെന്താ കോള് കട്ട് ചെയ്ത് കളഞ്ഞ? രാജുവിന് അത്രയ്ക്ക് ധൈര്യമായോ? ഒരു അത്യാവശ്യത്തിന് ഞാൻ വിളിച്ച എന്റെ കോള് കട്ട് ചെയ്യാനും മാത്രം വലിയ ആളായോ രാജു? കാണിച്ചു തരാം ഈ ഋതിക ആരാണെന്ന്. കാണിച്ചു തരാം. വീഡിയോ കോളാണല്ലോ. ഹലോ ഋതിക മാഡം, ഇത് കണ്ടോ? സ്പെഷ്യൽ പൂജയാ. അതും ഋതിക മാഡത്തിന് വേണ്ടി. എക്സാമിന് മാഡം ജയിക്കാൻ വേണ്ടിയുള്ള വിശേഷാൽ പൂജയാ. എന്റെ പൊന്ന് രാജു, ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലാട്ടോ. മാഡം ധൈര്യമായിട്ടിരിക്കെ. ടെൻഷനൊന്നും വേണ്ട കേട്ടോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നാളെ നല്ല റിസൾട്ട് തന്നെ വരും. മാഡത്തിന്റെ എല്ലാ വിഷമങ്ങളും മാറും. താങ്ക് യു രാജു, താങ്ക് യു സോ മച്ച്.
ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അതാ രാജുനെ ഞാൻ വിളിച്ചേ. രാജു കോള് കട്ട് ചെയ്തപ്പോ എനിക്ക് വലിയ ദേഷ്യമായി. പക്ഷെ ഇപ്പോ ഐ എം റിയലി ഹാപ്പി. താങ്ക്സ് ഒന്നും വേണ്ട മാഡം. സമാധാനായിട്ട് പോയി കിടന്നുറങ്ങിക്കോ. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ രാജു, ബൈ, ഗുഡ് നൈറ്റ്. ബൈ, ഗുഡ് നൈറ്റ്. പാവ രാജു, വെറുതെ ഞാൻ രാജുവിനെ വഴക്ക് പറഞ്ഞു. ഇനി സമാധാനായിട്ട് ഇറങ്ങാം. ദൈവമേ, ചതിക്കല്ലേ, ഞാൻ ജയിക്കണേ. എന്തായി, റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നെങ്കിൽ പിന്നെ ഇവളിങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടന്ന് ഓടുവോ? നിനക്ക് പേടിയുണ്ടോ മോളെ? ആ, ചെറുതായിട്ട്. നീ ധൈര്യമായിട്ടിരിക്കെ. മോള് നല്ല മാർക്ക് വാങ്ങി ജയിക്കും. ഏട്ടനാ വിശ്വാസമുണ്ട്. അതേ, നീ നന്നായിട്ട് പഠിച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഈ ടെൻഷൻ? പരീക്ഷ എന്ന് പറഞ്ഞ ഒരു തരി പോലും ഈ രാധ പേടിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ, അമ്മ ഇപ്പൊ കോട്ടയത്തെ കളക്ടർ അല്ലേ? പറയുന്ന ആള് പിന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആണല്ലോ. എടി, 10ാം ക്ലാസ്സിലെ ആദ്യത്തെ പരീക്ഷയുടെ അന്ന് തന്നെ പനിയാണെന്ന് നുണ പറഞ്ഞ് അവധി എടുത്തവളല്ലേടി നീ? ഒന്ന് നിർത്തോ, രണ്ടുപേരും കൂടി കുറച്ച് സമാധാനട്ടാ. ചേച്ചി, വെറുതെ അമ്മയോട് വഴക്കുണ്ടാക്കാതെ അതേ കയറി പോയെ. ശ്രീ, ശ്രീ, റിസൾട്ട് വന്നു. എവിടെ നോട്ടെ? ഏട്ടാ, 17, 84, 85. യെസ്, അമ്മേ, ശ്രീ ജയിച്ചു. 95% മാർക്ക്. ആണോ ഭഗവാനെ, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. മോളെ, ഞാൻ ഈ കാര്യം രമ്യയോടൊക്കെ ഒന്ന് പറയട്ടെ. കൺഗ്രാറ്റുലേഷൻ ശ്രീ. താങ്ക്സ്. ഋതിക മാഡത്തിന്റെ റിസൾട്ട് നോക്കിയില്ലല്ലോ. എന്തു പറ്റി ഏട്ടാ? അല്ല, മാഡത്തിന്റെ റിസൾട്ട്. ഋതിക മോള് ജയിച്ചോ മോനെ? അറിയില്ലമ്മേ, നമ്പർ കാണുന്നില്ല. രമ്യ, ശ്രീ എക്സാം പാസ്സായി. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. സന്തോഷമുള്ള വാർത്തയാണല്ലോ. പെൺകുട്ടികളെ കണ്ട് പഠിക്കടാ. ഓ, ഫസ്റ്റ് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഞാനും നല്ല മാർക്ക് വാങ്ങിയ പാസ്സായത്. ഇവിടെ ചിലരുടെ ചരിത്രമൊക്കെ ഓർമ്മയുണ്ടോ ആവോ. ഞാനേ ശ്രീക്കൊരു കൺഗ്രാറ്റ്സ് പറയട്ടെ. ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.